ഇന്റലിജൻസ് നമ്മുടെ ചുരിദാറിൻ്റെ അതായത് കുർത്തിയുടെ 3 പീസ് സെറ്റിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് ടോപ്പ് ബോട്ടം ദുപ്പട്ട ഫുൾ സെറ്റാണ്. ഇതൊരു പലാസോ ബോട്ടം ആട്ടോ, സെമി പലാസോ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതല്ല, ഒരു സെമി പലാസോ ബോട്ടം. ടോപ്പ് ബോട്ടം ദുപ്പട്ട എല്ലാം നല്ല കോട്ടൺ ഫാബ്രിക്കിലാണ് ചെയ്തേക്കുന്നത്. ലൈനിങ് ഇട്ട് ചെയ്തിരിക്കുന്ന ഐറ്റം കേട്ടോ, നല്ലൊരു യെല്ലോയുടെ കോമ്പിനേഷൻ. അപ്പോൾ ഇതാണ് ദുപ്പട്ട വരുന്നത്. രണ്ട് സൈഡിലൊക്കെ ഇടാനും നമുക്ക് ആ ഒരു ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ നല്ല ഐറ്റം കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏകദേശം ഒരു ലുക്ക് വരുന്നത്. രണ്ട് സൈഡിൽ ഇടാൻ ഭയങ്കര രസമുണ്ട്. മാത്രമല്ല നമ്മുടെ നോർമലി വരുന്ന പോലെ യോക്കായിട്ടല്ല, ഇതിങ്ങനെ സെൻറ്ററിൽ പാനൽ പോലെ അതിൻ്റെ ഡിസൈൻ പോയേക്കുന്നത്. യെല്ലോയുടെ ഒരു കോമ്പിനേഷൻ തന്നെ. അതിൻ്റെ ആ ഒരു സെൻറ്ററിലുള്ള ഡിസൈൻ മാത്രം കുറച്ചുകൂടെ പ്രിൻ്റ് ഉണ്ട്. ഇത് കുഞ്ഞു പ്രിൻ്റായിട്ട് സൈഡിലും ബാക്ക് സൈഡിലും വരും. എക്സ്ട്രാ നമുക്ക് ആ ഒരു യോക്കിൽ ചെറിയൊരു ഹാൻഡ് വർക്കും ഉണ്ട് കേട്ടോ. ഇതുപോലെ ലൈനിങ് ഇട്ടിരിക്കുന്നതുകൊണ്ട് അടുത്ത സൈസ് എടുക്കണേ. സാർ നമ്മൾ എടുക്കുന്നേക്കാളും അടുത്ത സൈസ് എടുത്താൽ മതി. ഇതാണ് ഏകദേശം എൻ്റെ ലുക്ക്. ഞാൻ ഷോൾ ഇട്ടേക്കുന്നതുകൊണ്ട് മറ്റേ കാണത്തില്ല. ഇതുപോലെ കേട്ടോ. ബാക്ക് സൈഡിൽ ഞാൻ പറഞ്ഞ പോലെ സൈഡിലുള്ള ആ ഒരു കുഞ്ഞു പ്രിൻ്റാണ് കൊടുത്തേക്കുന്നത്. നല്ല രസമുള്ള ഐറ്റം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇത് സെയിം കളർ കോമ്പിനേഷൻ, അത് തന്നെ ചെറിയ പ്രിൻറ്റ് ഡിഫറൻസിലാണ് ചെയ്തേക്കുന്നത്. ബോട്ടമൊക്കെ ഞാൻ എപ്പോഴും കാണിക്കുമ്പോൾ പറയാറുണ്ട്, നിങ്ങൾക്കിത് വേറെ കൂടെയൊക്കെയാണല്ലോ ഉപയോഗിക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ നിങ്ങൾക്കൊരു ക്രീമോ അല്ലെങ്കിൽ മെറൂണോ ബ്ലാക്കോ ഒക്കെ ടോപ്പ് പ്ലെയിൻ ആയിട്ടിട്ടാലും ഈ ബോട്ടം ഇട്ടാൽ നല്ല കേട്ടോ. ബോട്ടത്തിൻ്റെ ഏകദേശം വലിപ്പം ഞാൻ കാണിച്ചു തരാവേ. ഇതുപോലാണ് പലാസോ ബോട്ടമാണ് ചെയ്തേക്കുന്നത്. ഇത്രയും വീതി ഉണ്ട് കേട്ടോ. അപ്പോൾ ദുപ്പട്ട കണ്ടല്ലോ, ദുപ്പട്ടയെ നല്ല വലിപ്പം കേട്ടോ. ഇത് കണ്ടില്ലേ, നല്ല വലിപ്പമായിട്ട് തന്നെ നമുക്ക് ഇടാൻ പറ്റുന്ന ഐറ്റമാണ്. കറക്റ്റായിട്ട് സ്ക്രീൻഷോട്ട് അയക്കാൻ ശ്രദ്ധിക്കണേ. കാരണം നമ്മൾ ആ സ്ക്രീൻഷോട്ട് ഡിറ്റക്ട് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് അവൈലബിലിറ്റി വരുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിൽ എഴുതി ചോദിക്കുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്നാലും കുറേ പേര് അങ്ങനെ ചെയ്യാറുണ്ട്. അതുകൊണ്ടാട്ടോ നമ്മൾ എടുത്തെടുത്ത് പറയുന്നത്. നിങ്ങൾക്ക് വേണ്ട സൈസിൻ്റെ ആ ഒരു പോർഷനിൽ വേണം സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് ചോദിക്കുന്നത് നമ്മൾ അന്നേരം ഇപ്പോൾ കാണില്ല. അവൈലബിലിറ്റി പോയതിന് ശേഷം പിന്നീട് അത് കൺഫർമേഷൻ ചോദിക്കുമ്പോഴായിരിക്കും അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് കറക്റ്റായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. നമ്പർ A677, റേറ്റ് 1550 ആണ്. 1550.